ദീപിക എഡിറ്റേഴ്സ് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ മെഡിക്കൽ ഡെൻ്റൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ നീറ്റ് പരീക്ഷ വീണ്ടും വലിയ വിവാദത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ്. പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്നുള്ള വിവാദം വലിയ പ്രതിസന്ധിയിലേക്കാണ് കുട്ടികളെയും കുടുംബങ്ങളെയും തള്ളിവിട്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഇതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ദീപിക എഡിറ്റേഴ്സ് ടോക്ക് ഇന്ന് ചർച്ച ചെയ്യുന്നു. നീറ്റ് പരീക്ഷ എന്ന് പറഞ്ഞ രാജ്യത്തെ ഏറ്റവും പ്രബലമായ 24 ലക്ഷം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരീക്ഷയാണ്. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് MBBS, BDS, ഫാർമസി, അതുപോലെ തന്നെ വെറ്ററിനറി, എല്ലാ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. അത് റദ്ദാകുക എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വലിയ പ്രതിസന്ധി കുട്ടികൾക്ക് മാത്രമല്ല അവരുടെ കുടുംബങ്ങളെയും വലിയ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന. എത്ര ഉത്തരവാദിത്തരഹിതമായിട്ടാണ് ഈ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുക, അത് ചോരുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ഗുരുതരമായ ഒരു പ്രശ്നമാണെന്ന് നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോഴാണ്. കുടുംബങ്ങളെയൊക്കെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു, കുട്ടികൾ വീണ്ടും പഠിക്കേണ്ടി വരുന്നു, പരീക്ഷ നന്നായിട്ട് എഴുതിയവരുടെ ബുദ്ധിമുട്ടുകൾ. ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഇത് +2 കഴിഞ്ഞ, അതായത് +2വിനോടൊപ്പം പരിശീലനം നേടുന്ന ബോർഡ് എക്സാമുകൾ എഴുതണം, അല്ലെങ്കിൽ മറ്റ് +2വിൻ്റെ പരീക്ഷ എഴുതണം, അതോടൊപ്പം തീവ്ര പരിശീലനം നേടുന്ന വലിയൊരു വിഭാഗം കുട്ടികളുണ്ട്. അവർ ഈ പരീക്ഷയുടെ ഒപ്പമാണ് ഇതിനും പഠിക്കുന്നത്. അതുപോലെ തന്നെ +2 കഴിഞ്ഞിട്ട് വീണ്ടും ഈ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വലിയൊരു വിഭാഗമുണ്ട്. ഈ 2 തരത്തിലുള്ള കുട്ടികൾ വലിയ സമ്മർദ്ദത്തിലൂടെയാണ് ഈ പരീക്ഷയിലേക്ക് എത്തിയിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു വിധത്തിൽ പരീക്ഷ പൂർത്തിയാക്കി, അത് കഴിഞ്ഞപ്പോൾ പരീക്ഷ റദ്ദാവുക എന്ന് പറഞ്ഞാൽ അവർ ആത്മാർത്ഥമായിട്ട് പഠിച്ച് എഴുതിയവർ വീണ്ടും ഒന്നേന്നെല്ലാം തുടങ്ങേണ്ട ഒരവസ്ഥയാണ്. തീർച്ചയായും 4-ാം തീയതി നടന്ന പരീക്ഷയാണ്. ഈ പരീക്ഷയുടെ ഒരു പശ്ചാത്തലം നമ്മൾ ഒന്ന് വിലയിരുത്തേണ്ടോ. അതായത് ഈ പരീക്ഷ എഴുതുന്നതിന് കുട്ടികൾ കേവലം പഠിച്ചാൽ മാത്രം പോരാ, അവരതിനു വേണ്ടി ഡ്രസ് കോഡ് വേണം. വലിയ സമ്മർദ്ദത്തിലൂടെയാണ് ഇവരെ ഒരു സ്കാനറിലൂടെ കടത്തിവിടുന്നത് പോലെ എല്ലാ സംശയങ്ങളും നിവാരണം ചെയ്തിട്ടാണ്. കുട്ടികളെയാണ് ഇവർക്ക് മുഴുവൻ സംശയം. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? കുട്ടികളാണോ ഈ ചോദ്യപേപ്പർ ചോർത്താനായിട്ട് നിന്ന്? അതുപോലെ തന്നെ ഇതിപ്പം ഈ പരീക്ഷ റദ്ദായത് കുട്ടികളെ മറ്റു രീതിയിൽ ബാധിക്കും. കാരണം കുട്ടികൾ പരീക്ഷയും കഴിഞ്ഞ് യാത്ര പോയവരൊക്കെ കാണും. മറ്റ് ഈ എല്ലാ പരീക്ഷയുടെ സമ്മർദ്ദങ്ങൾ എല്ലാം കഴിഞ്ഞു, ഇനി കുറച്ച് ഫ്രീ ആകാമെന്ന് കരുതി ചിലപ്പം മാതാപിതാക്കളൊപ്പം വിദേശത്ത് പോയവരോ ട്രിപ്പിന് പോയവരോ ഇങ്ങനെയുള്ളവരൊക്കെ കാണും. ഇവരെയൊക്കെ ഈ പരീക്ഷ റദ്ദായി എന്ന് പറയുന്നത് വലിയൊരു ദുരന്തമായിട്ട് അല്ലെങ്കിൽ വലിയൊരു ആഘാതമായിട്ടായിരിക്കും ഇപ്പോൾ അവരത് സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ മാനസിക ആഘാതം വളരെ വലുതാണ്. കാരണം നമുക്കറിയാം, ഒരു 17 വയസ്സുള്ള ഒരു കുട്ടി വളരെ സമ്മർദ്ദത്തിലൂടെ പഠിച്ച് 2 വർഷം അല്ലെങ്കിൽ 3 വർഷമൊക്കെ പഠിച്ച് ഒരു പരീക്ഷ വിജയകരമായി എഴുതി എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ വരികയാണ് ഇതാ റദ്ദാക്കിയിരിക്കുന്നു. എന്തൊരു നിരുത്തരവാദമാണ്. അല്ല, ഇത് ആദ്യത്തെ തവണയല്ലല്ലോ ഈ പരീക്ഷ റദ്ദാകുന്ന. തീർച്ചയായും 2024 ഉണ്ടായ സംഭവം നോക്കുക. അന്ന് 720 മാർക്കിൽ 720 കിട്ടിയ 67 കുട്ടികളുണ്ടായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുഴുവൻ മാർക്കും നേടിയ 67 പേര് റിസൾട്ട് വന്നപ്പോൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ 718 കിട്ടിയവർ, 719 കിട്ടിയവർ, ഇന്നേ വരെ ഇല്ലാത്തൊരു റിസൾട്ട്. ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും അന്താളിച്ചു. വലിയ പരാതിയുണ്ടായി, ബഹളങ്ങളുണ്ടായി. അപ്പോഴുണ്ടാക്കിയ അന്നേരം NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കൊടുത്ത വിശദീകരണമാണ് 1563 പേർക്ക് ചില സമയപ്രശ്നമുണ്ടായി ഇതെഴുതാൻ, അതുകൊണ്ട് അവർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കൂ. ഇത്ര വലിയ അത് 23 ലക്ഷം കുട്ടികൾ എഴുതിയ പരീക്ഷയാണത്. അല്ല, അന്ന് ഈ വലിയ ആരോപണങ്ങളും വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇതെല്ലാം ഭയങ്കര സുരക്ഷിതമാക്കുകയാണ്, ഇനി ഇതിനകത്ത് പാളിച്ചകൾ ഉണ്ടാവില്ല എന്നൊക്കെ അന്ന് കേന്ദ്ര സർക്കാർ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിയത്, അവകാശവാദങ്ങളൊക്കെ ഉയർത്തി. സുപ്രീം കോടതിയിൽ വലിയ വാദങ്ങൾ നടന്നു. സുപ്രീം കോടതി ഡയറക്റ്റ് ഇടപെട്ടു. ഇത് വിശുദ്ധി ഉണ്ടായില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. 2024 നീറ്റ് പരീക്ഷയ്ക്ക് വിശുദ്ധി ഉണ്ടായില്ല എന്ന് പറഞ്ഞിടത്ത് വെച്ച് CBI അന്വേഷണം നടന്നു. CBI അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറും 2 വർഷത്തിന് ശേഷം അതെല്ലാം വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ, ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന, അതായത് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയവും വിദ്യാഭ്യാസ മന്ത്രാലയവും ഒക്കെ നേരിട്ട് നടത്തുന്ന ഒരു പരീക്ഷയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ വെച്ചുകൊണ്ട്. എലിജിബിലിറ്റി ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ടെസ്റ്റിന് തന്നെ എലിജിബിലിറ്റി ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. വലിയ നാണക്കേടും കൂടിയാണിത്. കാരണം ഒരു 24 ലക്ഷം കുട്ടികളെ എഴുതിയ ഒരു പരീക്ഷയിൽ ചോദ്യപേപ്പർ, അത് 135 ചോദ്യങ്ങൾ ഒരു മോഡൽ പരീക്ഷയിലേക്ക് വരികയാണ്.
അത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിന് ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ടവർ ഇതുവരെയും കൃത്യമായി ഉത്തരം പറയുന്നില്ല എന്നുള്ളതാണ് ഒരു അപകടകരമായ കാര്യം. ക്വസ്റ്റ്യൻ പേപ്പർ അതേപടി ഇതിനകത്ത് ചോർന്നിരിക്കുകയാണ്. 135 ചോദ്യങ്ങൾ മുൻപ് വന്ന ഒരു കടലാസിൽ വരികയാണ്. അതായത് ഒരു മോക്ക് ടെസ്റ്റ് പോലെ നടത്തി അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ വന്നതിനകത്തേക്ക് 135 ചോദ്യങ്ങൾ വരികയാണ്. ആ ചോദ്യങ്ങൾ പരീക്ഷയിൽ ആവർത്തിക്കുന്നു, യഥാർത്ഥ അതേ ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ അത് ചോർന്ന് കിട്ടിയവർക്ക് ലോട്ടറി അടിച്ചതുപോലായി. കാരണം അല്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച മറ്റ് ലക്ഷക്കണക്കിന് കുട്ടികൾ കബളിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ് ഇത് 2024 അനുഭവം ഇതിന് പാഠമായില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. 2024 ഇതുപോലെ തന്നെ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായി. അത് പക്ഷേ വൈഡായിട്ടുണ്ടായില്ല, ചുരുക്കം ചില സ്ഥലത്തേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി ഇവർക്ക് ആ പരീക്ഷ റദ്ദാക്കാതെ അതിന് അനുമതി കൊടുത്തത്, ആ റാങ്ക് ലിസ്റ്റ് അനുവദിച്ചത്. പക്ഷേ ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? വീണ്ടും അതേ ചരിത്രം തന്നെ ആവർത്തിക്കുക. രാഹുൽ ഗാന്ധി ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത് കേട്ട് ഇതൊരു ലേലം വിളിയായി മാറിയിട്ടുണ്ട്, ഈ നീറ്റ് പരീക്ഷയൊക്കെ ലേലം വിളിയായി മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ച ആളുകളുണ്ട്. കഴിഞ്ഞ 24 സംഭവിച്ചത് ഒരുപാട് MBBS വിദ്യാർത്ഥികൾ എയിംസിലടക്കം, പാറ്റ്ന എയിംസിലെ MBBS വിദ്യാർത്ഥികളടക്കം ഈ പരീക്ഷയ്ക്ക് ഉത്തരം ഉണ്ടാക്കി അവർ പോലും അതിനകത്ത് പണം വാങ്ങിയിട്ട് ഉത്തരങ്ങൾ സപ്ലൈ ചെയ്തിരിക്കുന്നു. അല്ല, അത് ഒരുപക്ഷെ ലക്ഷക്കണക്കിന് അല്ലെ ആയിരക്കണക്കിന് രൂപ വാങ്ങിയിട്ടായിരിക്കും. 35 മുതൽ 40 ലക്ഷം രൂപ വരെ ഓരോരുത്തരിൽ നിന്നും കൊടുത്തിരിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നത്. അതെ, ഈ ഉത്തരങ്ങൾ കിട്ടിയ കുട്ടികളിൽ നിന്ന് അവർ മേടിച്ചിരിക്കുന്നു. അപ്പൊ വലിയ ആക്കറ്റാണ്, വലിയ അഴിമതിയാണിത്. അങ്ങേയറ്റത്തെ ഒരു നിരുത്തരവാദപരമായിട്ട്. എന്നാൽ അവരൊന്നും ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അവരൊക്കെ ഇപ്പോഴും CBI കേസിലുണ്ട്, CBI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തെ മോചിപ്പിക്കാനായിട്ട് സർക്കാരാണ് ചെയ്യേണ്ടത്. അല്ല, ഇതിനകത്ത് ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവം എന്നാന്ന് പറഞ്ഞാൽ വലിയൊരു അഴിമതിയെക്കുറിച്ച്, ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന വീഴ്ചയെക്കുറിച്ച് CBI അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും അത് ആവർത്തിക്കും. അതെ, അതാണ് അതൊരു ഭീകരാവസ്ഥയാണ് ശരിക്കും പറഞ്ഞത്. ഈ അന്വേഷണ ഏജൻസിയിൽ പോലും വിശ്വാസ്യതയില്ല എന്നല്ലേ ഇത് തെളിയുന്നു. അവർ അന്വേഷണം ശരിയായ ദിശയിലല്ല, അല്ലെങ്കിൽ ശരിയായ വ്യക്തികളിലേക്ക് അന്വേഷണം എത്തുവായിരുന്നു, അവർക്കിത് വീണ്ടും ആവർത്തിക്കാൻ പറ്റില്ല. 2 വർഷം കൊണ്ട് ആ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാൻ കഴിയാത്തതാണ് ഇത് വീണ്ടും ആവർത്തിക്കുന്നതിന്. അപ്പോൾ ഈ പരീക്ഷ ഇനി ഈ കുട്ടികൾ വീണ്ടും എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളിലേക്ക് പോകണ്ടേ? കാരണം ഇനിയിപ്പം ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമായിരിക്കും, അല്ലെ ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും പരീക്ഷ നടത്താൻ പറ്റുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ടച്ച് വിട്ടുപോയ കുട്ടികൾ വീണ്ടും പഠിക്കാൻ വേണ്ടി കോച്ചിങ് സെന്ററിലേക്ക് പണം മുടക്കി പോകാൻ പറ്റാത്ത അവസ്ഥ വരും. കാരണം പുതിയ ബാച്ച് ഇപ്പോൾ ഓൾറെഡി പുതിയ ബാച്ച് വന്നതുകൊണ്ട് അവർക്ക് ഇനി ഹോസ്റ്റലുകളിൽ സ്പേസ് ഇല്ല, വീടുകളിലിരുന്നേ അവർക്ക് ഇനി തന്നെയല്ല, ഇനി പരീക്ഷാ സെന്ററുകൾ അവർക്ക് വീടുകൾ ഒക്കെ മാറിപ്പോയവരുണ്ട്, താമസം മാറിയവരുണ്ട്, ഹോസ്റ്റലുകൾ മാറിയവരുണ്ട്, പോയി നിന്നവര്. അപ്പോൾ അവരൊക്കെ ഇനി പരീക്ഷ എഴുതാനായിട്ട് എവിടെയൊക്കെ വരണം, ഈ സെന്ററുകളൊക്കെ ഇനി മാറ്റിക്കൊടുക്കുമോ? വലിയ പ്രതിസന്ധി, കുട്ടികളെ മാനസികമായിട്ട് വലിയ സമ്മർദ്ദത്തിലഴുത്തുന്ന ഒരു സംഭവമായി പോയി. തീർച്ചയായിട്ടും ഇനിയെങ്കിലും സർക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ ജാഗ്രതയോടെ ഇടപെടണം. കാരണം പഴുതടച്ചുള്ള ഒരു അന്വേഷണം നടത്തിയില്ലെങ്കിൽ വീണ്ടും 1-2 വർഷം കഴിയുമ്പോൾ ഇത് വീണ്ടും ആവർത്തിക്കും. ഇത് എല്ലാ വർഷവും നടക്കുന്നുണ്ട്. ഈ വർഷം ഇത് പുറത്തായതുകൊണ്ട്, ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രം ഇത് പുറത്തു വന്നതല്ലേ. ഇത് കഴിഞ്ഞ വർഷം തന്നെ പിന്നെയും ഉണ്ടായി. ഗ്രാജുവേറ്റ് PG നീറ്റിനകത്ത് പ്രശ്നങ്ങളുണ്ടായി പരീക്ഷയിൽ. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എക്സാമുകളിൽ പ്രശ്നമുണ്ടായി. ഒരുപാട് പരീക്ഷകൾ അടുത്ത കാലത്ത് ഇതുപോലെ പ്രശ്നത്തിലായിട്ടുണ്ട്. പ്രവേശന പരീക്ഷകൾ പലതും റദ്ദ് ചെയ്യുകയും രണ്ടാമത് നടത്തുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഉണ്ടായൊരു സംഭവം ഞാൻ പറയാം. നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിലേക്ക് ഉള്ള ഒരു എക്സാം ഉണ്ട്, ക്ലാറ്റ് എന്ന് പറയും. അതിനകത്ത് ആദ്യം ഒരു റാങ്ക് ലിസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞ് കോടതി പോയി കഴിഞ്ഞപ്പോൾ 2-3 ചോദ്യങ്ങൾ മാറി. അപ്പോൾ വീണ്ടും പുതിയ റാങ്ക് ലിസ്റ്റ്. അപ്പോൾ കുട്ടികളിലുണ്ടാകുന്ന ആ ഒരു യൂത്തിനിടയിൽ ഇതിനകത്ത് വലിയ അവിശ്വാസം ഉണ്ടാവും. നമ്മളുടെ സിസ്റ്റത്തോട് അവർക്ക് വലിയ അവിശ്വാസം ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടികൾ വീണ്ടും പരീക്ഷ എഴുതുന്നു, വീണ്ടും ഇതിനു വേണ്ടി ഒരുങ്ങുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ സിസ്റ്റത്തിന് എന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ ഈ പരീക്ഷ നടത്തുന്ന സംവിധാനത്തിന്, സിസ്റ്റത്തിനകത്ത് അഴിമതി കടന്നുകൂടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊന്ന് ചോർത്താനും അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇടപെടാനും കഴിവുള്ള റാക്കറ്റുകളാണ് ഇപ്പോഴും ഈ പരീക്ഷയുടെ പല ഭാഗങ്ങളിലും നിയന്ത്രിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ യൂത്ത് രാജ്യം വിട്ടു പോകുന്നതിന്, വിദേശ വിദ്യാഭ്യാസം നേടുന്നതിനെയും വിദേശ ജോലി നേടി സെറ്റിലാകുന്നതിനെയും കുറിച്ച് വലിയ ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്നവരാണ് നമ്മൾ. അവരിലുണ്ടാക്കുന്ന ഈ അവിശ്വാസം, അതായത് നമ്മളുടെ സിസ്റ്റത്തെ ഇത്ര ദുർബലമാണ്, ഇത് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളും, നമ്മളുടെ ഭാവി എന്താണെന്നുള്ള ആശങ്ക ഇരട്ടിപ്പിക്കുന്നതാണിത്.
അപ്പോൾ അതാണ് നമ്മൾ ഈ വിദേശ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ അതിന് പ്രേരിപ്പിക്കുന്ന ഒരു രീതി കൂടിയാണ് ഇതെന്നുള്ള ഒരു കാര്യം. മാത്രമല്ല ഈ കുട്ടികളൊക്കെ എത്ര ലക്ഷം രൂപ മുടക്കിയായിരിക്കും ഈ കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത്. നീണ്ട നാളത്തെ 1 വർഷത്തെ കാത്തിരിപ്പ് അങ്ങനെയുള്ള വലിയ നീണ്ട കാലയളവിലെ പരിശീലനത്തിനുമൊക്കെ ശേഷമാണ്. അപ്പോൾ അവർ സ്വപ്നം പോലെ കരുതുന്ന ഒരു സംവിധാനമാണ് ഈ നീറ്റ് പരീക്ഷ എന്നൊക്കെ പറയുന്നത്. അത് ഇങ്ങനെ താളം തെറ്റുക, അല്ലെങ്കിൽ അതിനകത്ത് അഴിമതി കടന്നുകൂടുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു പോവുക, പരീക്ഷ റദ്ദാക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ദുരന്തമായിട്ട് അവരുടെ ജീവിതത്തിൽ തന്നെ മാറാവുന്ന അവസ്ഥയാണ്. പലപ്പോഴും കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദവും പല പ്രശ്നങ്ങളും, കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ആ കുട്ടിയുടെ മാത്രം പ്രശ്നമല്ല, ഒരു കുടുംബത്തിൻ്റെ അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരുടെയും കൂടെ പ്രശ്നമാണ്. തീർച്ചയായും ശരിക്കും പറഞ്ഞാൽ 24 ലക്ഷം കുടുംബങ്ങളെയാണ് ഈ പരീക്ഷ റദ്ദാക്കിയത്. അതിന്റെ ഗൗരവം വളരെ പ്രധാനമാണ്. ഇനി ഒരു കുട്ടി ഇപ്പൊ ഇവര് എക്സാമിനേഷൻ ഇനിയിപ്പോ ഫീസ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം, ഫീസ് വേണ്ട, പഴയ ഫീസും നടത്താം. പക്ഷേ ഒരു പരീക്ഷ എഴുതാനായിട്ട് ഈ കുട്ടി എത്ര സമ്മർദ്ദം ചെലുത്തണം? തലേന്ന് വന്ന് താമസിക്കേണ്ടതുണ്ടാവും, വാഹനക്കൂലി ഉണ്ടാവും, അങ്ങനെ വലിയൊരു ചെലവ്. ഒന്നാമത് സാമ്പത്തിക ഞെരുക്കത്തിന്റെ ഒരു കാലഘട്ടം, ജീവിത ചെലവ് വളരെയധികം ഉയർന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു അധിക ചെലവ് കൂടി ഈ കുടുംബങ്ങളെ അടിച്ചേൽപ്പിക്കുക. ഇപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം ഉയർത്തിയ ആക്ഷേപങ്ങൾ അത് കേവലം രാഷ്ട്രീയ ആക്ഷേപങ്ങളായിട്ട് കാണാതെ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്, ഇതിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ബോഡി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഈ മന്ത്രാലയം ഇത് വളരെ ഗൗരവത്തിൽ പരിശോധിക്കണം. സുപ്രീം കോടതി 2024 പറഞ്ഞ ആ ഒരു കാര്യം, അവിശുദ്ധതയോടുകൂടി ഇത്തരം പരീക്ഷകൾ നടക്കുന്നത് വീണ്ടും ഉണ്ടായ സാഹചര്യം, സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ കർശനമായ അന്വേഷണവും കുറ്റവാളികളെ ശിക്ഷിക്കുക എന്നുള്ളതാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം. പക്ഷേ 2024 കുറ്റവാളികൾ ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് അത് ഈ സാഹചര്യത്തിൽ അത് ഗൗരവത്തിൽ പരിശോധിക്കണം. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. കുട്ടികളുടെ മാനസിക സമ്മർദ്ദത്തിലാഴ്ത്താതെ എത്രയും പെട്ടെന്ന് പരീക്ഷ നടത്തി ഫലം പ്രഖ്യാപിച്ച് അടുത്ത അഡ്മിഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്.